ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബെറ്റർ ഹാബിറ്റ്സ് മീ ജെംഷി ഹുസൈൻ. ഫസ്റ്റ് ഒറ്റ മിനിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ, കാരണം പെട്ടെന്ന് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഓർഡർ നൽകേണ്ടത് ഇവിടെ സ്ക്രീനിൽ നമ്പറുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സ്ക്രീൻഷോട്ട് വഴി അവൈലബിൾ ആണെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാം. നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഫുൾ വ്യൂ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. പിന്നെ നിങ്ങൾ ഓർഡർ നൽകുമ്പോൾ ഞാൻ അത് മടക്കി വെച്ചിട്ടുള്ള ഫോട്ടോ വിട്ടുതരും. എന്തിനാന്ന് വെച്ചാല് കളർ വേരിയേഷൻ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ടിക്ക് ചെയ്തിട്ട് വിടുക. പിന്നെ ഓരോന്നിലും ഓരോ പീസ് നിവൃത്തിയും കാണിക്കും. അത് കൂടാതെ നിങ്ങൾ ഓരോ കളറും നിവൃത്തിയത് ആവശ്യപ്പെടരുത്. നമുക്ക് വിട്ടുതരാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മുടെ അത്രയും ടൈം വേസ്റ്റ് ആകും. കളർ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ 4 കളേഴ്സും കാണിക്കും, ഒറ്റ പ്രിന്റ് നിവൃത്തിയും കാണിക്കും. കറക്റ്റ് അതിന്റെ കളർ ചേഞ്ച് ആയിരിക്കും ബാക്കി. അപ്പൊ നിങ്ങൾ ഓരോന്നിന്റെ ഫുൾ വ്യൂ ചോദിക്കരുത്. അതിനാണ് നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അത് ഫസ്റ്റ്. സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ ഓർഡർ കൺഫേം ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ പേയ്മെന്റ് ഇടുക കേട്ടോ. പേയ്മെന്റ് ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് മാറ്റി വെക്കാറില്ല, നമ്മളത് അടുത്ത ആൾക്ക് കൊടുക്കും. സോ ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെന്റ് ഇടുക. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ 2 കൊറിയർ സർവീസ് വഴിയാണ് ഡ്രസ്സസ് അയക്കുന്നത്. ഒന്ന് പോസ്റ്റലും 2 DTDCയും. പോസ്റ്റിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ അഡ്രസ്സിൽ തന്നെ എഴുതി വിടണം പോസ്റ്റിൽ നിന്ന്. അല്ലാതെ നിങ്ങൾ വോയിസ് ക്ലിപ്പായിട്ട് ഒന്നും വിടരുത്, ചിലപ്പോൾ ശ്രദ്ധയിൽ പെടില്ല. നമ്മൾ DTDC തന്നെ ആയിരിക്കും അയക്കുക. സോ നിങ്ങൾക്ക് പോസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റിൽ നിന്ന് നിങ്ങൾ അഡ്രസ്സിൽ എഴുതി വിടണം. അഡ്രസ്സ് വിടുമ്പോൾ ഫുൾ അഡ്രസ്സ് വേണം. പിൻകോഡ് ഫോൺ നമ്പർ വെക്കാൻ മറക്കരുത്. പിൻകോഡ് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും. ഫോൺ നമ്പർ നിങ്ങൾ മറക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കോപ്പി പേസ്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് നിങ്ങളോട് ഫോൺ നമ്പർ ചോദിക്കാൻ നിങ്ങൾ ആരെ ഓർഡർ തന്നെ എനിക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അതും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യം കൂടി കേട്ടോ, പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക. കാരണം ചിലതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടും പ്രൈസ് പറയും. നമ്മൾ കഴിഞ്ഞ തവണ കാവ്യ ഇട്ടിട്ടുണ്ടായിരുന്നു. കാവ്യ ഞാൻ വീഡിയോയിൽ 3 തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 550 രൂപ 2 പീസ് എടുക്കുകയാണെങ്കിലാണ്. 1 പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടാവും. എന്നിട്ടും 550 ഇട്ട് തന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞല്ലോ ഫ്രീ ഷിപ്പാണെന്ന്, പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ മാറ്റി പറയുന്നതൊക്കെ പറഞ്ഞ കൂട്ടുകാരുണ്ടായിരുന്നു. അത് പോസ്റ്റിലേക്ക് ആവശ്യപ്പെട്ടിട്ട്, പോസ്റ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് ഞാൻ വാങ്ങുന്നില്ലെങ്കിലും 62 രൂപ പോസ്റ്റൽ ചാർജ്. ഒരു കാവ്യന്റെ പ്രൊഡക്റ്റിന്റെ കാര്യമായിട്ട് പറയുന്നത്, കോട്ടൺ നല്ല കുറച്ച് വെയിറ്റ് ഉണ്ട്. 62 രൂപ പോസ്റ്റൽ ചാർജും കൂടാതെ നമ്മുടെ പേക്കിംഗ് കവറും കൂടെ കൂട്ടി 70 രൂപ പോകുന്നുണ്ട്. ഈ 550 70 കുറച്ചാൽ 450 രൂപക്കൊന്നും എനിക്ക് റീറ്റെയിൽ പ്രൈസിൽ കാവ്യ തരാൻ പറ്റത്തില്ല. സോ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കിയ വീഡിയോയിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഷിപ്പിങ്ങിന്റെ കാര്യമൊക്കെ. പിന്നെ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് വന്നിട്ട് അതിനെ പറ്റിയിട്ട് എന്താ പറയുക, നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമല്ല. വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണാത്തതിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ആരും ബുദ്ധിമുട്ടിക്കല്ല, എന്റെ ഒരു അവസ്ഥ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ DTDC എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നാളെ തന്നെ എനിക്ക് രാവിലെ കോൾ ചെയ്ത് സാധനം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളെന്ന് തിങ്ക് ചെയ്യുകൊണ്ടു. രാത്രി ഓർഡർ എന്ന പ്രൊഡക്റ്റ് രാവിലെ നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുക? അത് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന നെക്സ്റ്റ് ഡേ ആയിരിക്കും. അത് വർക്കിംഗ് ഡേ ആണെങ്കിലും നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുക. ഡിസ്പാച്ച് ചെയ്തിട്ടും ഒരു 2-3 ദിവസം ചിലപ്പോൾ പിടിച്ചു എന്ന് വരും. നമ്മളെല്ലാം ഓരോരുത്തർക്കും വന്ന് എന്താ പറയാ തരുന്നത് നമ്മൾ ഈ കൊറിയർ സർവീസിനെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്കും കാര്യമൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരും കേട്ടോ. കിട്ടാൻ ഡിലേ ആവുന്നുണ്ടെങ്കിൽ നമുക്കത് അന്വേഷിക്കാം, അത്രേ പറ്റത്തുള്ളൂ. കിട്ടും, പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിക്കരുത്. അതൊക്കെ അതിന്റെ സർവീസിന്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ ഞാൻ പറയുന്ന ആർക്കെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവുണ്ടെങ്കിൽ സോറി കേട്ടോ. നമുക്ക് അത്രത്തോളം മെസ്സേജസ് ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്. പിന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഉണ്ടാകും. ആ കാര്യത്തിൽ പേടിക്കേണ്ട കേട്ടോ. ഇനി ലാഗ് അടുപ്പിച്ചാൽ നിങ്ങൾ കാണില്ല. ഇതിന്റെ മിക്കവാറും നിങ്ങൾ കണ്ടറിയില്ല, സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പൊ ഇനി പെട്ടെന്ന് ഗൗൺ കാണിച്ചു തരാം കേട്ടോ. ഓരോ പാറ്റേണിലും ചിലപ്പോൾ ലെങ്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാൻ മെഷർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് പ്രിന്റ് ഇതാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. 399 ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഷിപ്പിംഗ് ഫ്രീ ആണ്. ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ഫുൾ സ്ലീവ് ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ട്രൈപ്പോഡ് ബാക്കിലോട്ട് ആക്കി വെച്ചിട്ടില്ലേ. അപ്പൊ ക്ലിയർ കുറയൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ എങ്കിൽ ഫുൾ വ്യൂ മനസ്സിലാകും. ഇതിങ്ങനെ 3 ലെയർ ആയിട്ടാണ് കേട്ടോ. ഇവിടെ ഒരു കട്ടിങ്, ഇവിടെ ഒരു കട്ടിങ്, താഴെ ഒരു കട്ടിങ്. അത്യാവശ്യം ഫ്ലയറും ഉണ്ട്. ഫാബ്രിക് വരുന്നത് ഡെൽറ്റ ക്രഷ് ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ്. നമ്മുടെ ക്രൈപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്ത് ക്രൈപ്പ് അല്ല കേട്ടോ. ഹാഫ് ഇതേ ലൈനിങ് ഉണ്ടാവും. നന്നായിട്ട് ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള സൂപ്പർ ഐറ്റം ആണ്. ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് ചാർജ് വരുന്നുള്ളൂ, അറിയാലോ. 399 ഫ്രീ ഷിപ്പാണ്. ഷിപ്പ് ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങുന്നില്ല എന്നുള്ളൂ. എനിക്ക് ഇവിടെ കൊറിയർ സർവീസിൽ എനിക്ക് പേയ്മെന്റ് അടച്ചാലേ അയക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് അത്രത്തോളം അഫോർഡബിൾ ആണ്. അപ്പൊ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യുക. പിന്നെ കോൾ ചെയ്ത് ഒരു വട്ടം നിങ്ങൾ മിസ് കോൾ അടിച്ചാൽ മതി കേട്ടോ. നിർബന്ധമാണ്. ഈ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ വട്ടം മിസ് കോൾ അടിച്ചാൽ മതി. ഞാൻ നോക്കും, മെസ്സേജിന് റീപ്ലൈ തരും. പിന്നെ നമ്മൾ കുറച്ച് ബിസി ഉള്ള ടൈം ആകുമ്പോൾ പെട്ടെന്ന് എനിക്ക് റീപ്ലൈ തരാൻ പറ്റില്ല, എങ്കിലും എല്ലാവർക്കും റീപ്ലൈ തരും കേട്ടോ.
അപ്പോൾ വീഡിയോ ലാഗ് ആവാതിരിക്കാൻ വേണ്ടി വീഡിയോയിൽ ഞാൻ അളവ് കാണിക്കുന്നില്ല. ഓരോ പ്രിന്റ് കാണിക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് തന്നെ ഞാൻ അതിന്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാം XXL ലാർജ് വേണ്ടവർ എടുത്തിട്ട് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. XL വേണ്ടവർക്ക് കൊടുക്കാം, XXLർക്ക് എന്തായാലും എടുക്കാം, 3XLർക്ക് പറ്റത്തില്ല കേട്ടോ. ഓരോ പ്രിന്റിന്റെയും മെഷർമെന്റ് ഞാൻ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡ് തന്നെ. അപ്പോൾ അത് നോക്കി എടുത്താൽ മതി. കണ്ടല്ലോ, ഇത് പുതിയ പ്രിന്റ് ആണ് കേട്ടോ, നല്ല അടിപൊളി പ്രിന്റ് ആണ്, ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ 2 കട്ടിങ്ങേ ഉള്ളൂ കേട്ടോ. 2 കട്ടിങ്ങാണ് വന്നിട്ടുള്ളത്. 2 കട്ടിങ്ങിന് ഈ ഒരു കെട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഇവിടെ ഈ ഭാഗത്തൊരു കട്ടിങ് ഉണ്ടാവും, താഴെ കണ്ടല്ലോ താഴെ ഒരു ലെയർ ആയിട്ട് താഴെ ഒരു കട്ടിങ് ഉണ്ടാവും കേട്ടോ. ചൈനീസ് കോളറാണ്, സ്ലീവ് ഒക്കെ ഫുൾ സ്ലീവ് ഉണ്ട്. കണ്ടല്ലോ, ഈ ഒരു പാറ്റേൺ ആണ്. കെട്ട് അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഗൗൺ ആണ്. പ്രിന്റ് കണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കളേഴ്സിന് പെട്ടെന്ന് നിർത്തി കാണിച്ചു തരാം. ഇപ്പൊ ഈ കാണിക്കുന്നതൊന്നും ഫീഡിങ് അല്ല കേട്ടോ, ഫീഡിങ് അല്ലാത്ത പാറ്റേൺസ് ആണ്. നിങ്ങൾ വീഡിയോ ഒന്ന് സൂം ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒന്നും പാടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഫോണിൽ ഒന്ന് ക്ലാരിറ്റി കൂട്ടിയിട്ടാൽ മതി. കാരണം എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ക്ലാരിറ്റിൻ്റെ കാര്യത്തിൽ. എനിക്കറിയാം വീഡിയോസിന് ക്ലാരിറ്റി കുറവാണെന്ന്, പക്ഷെ അതൊക്കെ ഇനി നമുക്ക് നികത്താം കേട്ടോ. ഇപ്പം ഞാൻ ട്രൈപോഡ് വെച്ചിട്ടാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കളേഴ്സൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ബ്ലൂ ആണ് കേട്ടോ, നേവി ബ്ലൂ ആണ്. നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് എടുത്തോളൂ. 399 അത്രത്തോളം അഫോർഡബിൾ ആണ്. നെക്സ്റ്റ് ഇത് ഈ ഒരു പ്രിന്റ് കേട്ടോ. ഇതൊക്കെ സിംഗിൾ പീസ് ഉള്ളൂ. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ സിംഗിൾ പീസസ് ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ കാണത്തില്ല അടുത്ത പാറ്റേൺസ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ അതിൽ ബാലൻസ് വന്നായിട്ടാണ് കേട്ടോ ഇത്. അതുകൊണ്ട് സിംഗിൾ പീസ് ഉള്ളൂ. ഫുൾ സ്ലീവ് തന്നെയാണ്. 3 കട്ടിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഫ്ലെയർ കിട്ടുന്നുണ്ട്. അടുത്ത പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ. ഈ പ്രിന്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. നല്ല രസമുണ്ട്, ഇങ്ങനെ മൾട്ടി കളേഴ്സ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ്. ഇത് വരുന്നത് 2 ലെയറാണ് കേട്ടോ. താഴൊരു ലെയർ ഉണ്ടാവും, താഴൊരു കട്ടിങ് ഉണ്ടാകും, പിന്നെ ഇത് നടുക്കൊരു കട്ടിങ്, അത്രേ ഉള്ളൂ. കണ്ടല്ലോ സ്ലീവൊക്കെ. ഇതിന് എന്താ പറയുക, കെട്ട് വരുന്നില്ല കേട്ടോ. ഈ ഒരു പാറ്റേൺ നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. നമ്മുടെ കലങ്കാരി അല്ല, പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ഒരു ഭംഗിയുള്ളൊരു പ്രിന്റാണ് കേട്ടോ. അത്യാവശ്യം വിടുത്തുണ്ട്. മെഷർമെന്റ് ഒക്കെ ഞാൻ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ്. പിന്നെ ഇതില് കളർ ചാർട്ടൊക്കെ അടിപൊളിയാണ്. നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കേട്ടോ. കളർ ഞാൻ പറയാത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ലല്ലോ. നെക്സ്റ്റ് ഉണ്ടല്ലോ, നല്ലൊരു അടിപൊളി ഐറ്റം വരാൻ പോകുന്നുണ്ട്. റീസ്റ്റോക്ക് കളക്ഷൻ വരാൻ പോകുന്നുണ്ട്. മാക്സീസ് അല്ല കേട്ടോ, വേറൊരു പാറ്റേൺ ആണ്. പക്ഷെ ഞാൻ പറയുന്നില്ല, സർപ്രൈസ് ആണ് പ്രൈസൊക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ കേട്ടോ. ഇത് ഭയങ്കര വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഏതൊരു ഡ്രസ്സാണേലും, ഇപ്പോൾ ഇത് നല്ല ഏത് ഡ്രസ്സാണേലും നമുക്ക് ഒരിക്കലും 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. അതായത് നമുക്ക് 1 or 2 പേരെങ്കിലും ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും കേട്ടോ. അത് എല്ലാത്തിലും ഉണ്ടാകും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ കൊടുക്കുന്ന ഓരോ ഡ്രസ്സും ഞാൻ പറയുന്ന പ്രൈസിന് വെർത്തായിരിക്കും എനിക്ക് ഉറപ്പാണ്. പിന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ചില കസ്റ്റമേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ അപൂർവം ചില കസ്റ്റമേഴ്സ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും ഇത് ക്വാളിറ്റി ഇല്ല, ഇതിനല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഒരു എക്സാമ്പിൾ പറയണം, ഇത് ക്വാളിറ്റി ഇല്ല, ഈ പ്രൈസിനുള്ളതൊന്നും ഇല്ലാന്ന്. പക്ഷെ ഞാനത് പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കൂല. കാരണം ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും. പിന്നെ നമ്മളിപ്പോൾ ഒരു 100 പേരെടുത്താൽ 1 or 2 നെഗറ്റീവ് ഏതിലുണ്ടാവുള്ളൂ. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഇഷ്ടാവാത്തതാണല്ലോ അവരവരുടെ കമന്റ്സും അതൊക്കെ ആയിട്ട് പറയുന്നത്. പക്ഷെ ക്വാളിറ്റി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടാകും. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, 100% ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കിട്ടില്ല. അതിൽ 1 or 2 പേര് എങ്ങനെ ഉണ്ടാകും. പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ ആ പ്രൊഡക്റ്റ് ഒഴിവാക്കില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ടാകും എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കുന്ന റേറ്റിന് അത് അഫോർഡബിൾ ആയിരിക്കും എന്ന്. ഓക്കെ, ഇത് നെഗറ്റീവായി പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ 3000 രൂപ 4000 രൂപക്ക് പർച്ചേസ് ചെയ്താലും ആ ഒരു ഡ്രസ്സ് നമുക്ക് ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തോന്നും ഇതിനുണ്ടായിരുന്നോ, ഒരു കല്ല് പോകുന്ന നമുക്ക് തോന്നും, ഇത് കല്ലൊക്കെ ഇളകുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ മുത്തൊക്കെ പൊട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊരു നെഗറ്റീവ് വരും. അത് എല്ലാത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം ഈ നമ്മുടെ ഡെൽറ്റ ക്രഷിത്തെ ഗൗൺ അത്യാവശ്യം സെയിൽ നടന്നിട്ടുണ്ട്. എങ്കിലും എനിക്ക് സെയിൽ നടന്നതിൽ 1 or 2 കസ്റ്റമേഴ്സിന് ഈ ഐറ്റം പറ്റിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തവരൊക്കെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്ന്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആർക്കെങ്കിലൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാകും. നമ്മൾ അവരെ നെഗറ്റീവ് പറയല്ല, പക്ഷെ അവർക്ക് വേണ്ടി നമുക്ക് ആ പ്രൊഡക്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ടാകും എൻ്റെ പ്രൊഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഈ ഒരു പാറ്റേൺ ആട്ടോ. ഇതും സിംഗിൾ പീസുള്ള, ഇതിന് കെട്ട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 2 ലെയറാണ്. 2 ലെയർ എന്ന് പറഞ്ഞാൽ താഴെ ഒരു ലെയർ ഉണ്ടാവും, ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും. 3 ലെയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇത് റീസ്റ്റോക്ക് ആണ് കേട്ടോ. ഇത് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും റീസ്റ്റോക്ക് നടക്കില്ല. ഈ ഒരു പ്രിന്റ് റീസ്റ്റോക്ക് ഉണ്ട്. 3 ലെയർ ആണ് കേട്ടോ കട്ടിങ് വന്നിട്ടുള്ളത്. ഇതൊന്നും ഫീഡിങ് അല്ല. സ്ലീവ് കണ്ടല്ലോ, ഫുൾ സ്ലീവ് ആണ്. ഇങ്ങനെ എലാസ്റ്റിക് ആണ് കേട്ടോ.
നല്ല എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം ഇങ്ങനെ 3 കട്ടിങ് ആണ് കേട്ടോ. കാരണം 3 കട്ടിങ് ആകുമ്പോൾ അത്യാവശ്യം ഫ്ലയർ കിട്ടും. പക്ഷെ കുറച്ച് വണ്ണല്ല ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ഭംഗി കിട്ടുക 2 കട്ടിങ് ആയിരിക്കും കേട്ടോ. വണ്ണല്ലാത്തവർക്ക് ഒന്ന് ഭംഗി കിട്ടും ഈ 3 കട്ടിങ് ആകുമ്പോൾ. കണ്ടല്ലോ കളേഴ്സിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഇനി പറയുന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. കാരണം വീഡിയോ സംസാരിച്ച് ലാഗ് ആവുന്നുണ്ട്. പ്ലീസ് ഒന്ന് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകൊണ്ടു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു, അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുകൊണ്ടു. 3 എണ്ണം വന്നിട്ടുള്ളത് സ്റ്റീൽ ബ്ലൂവിലാണ് കേട്ടോ. ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു റെഡിഷ് ഒരു ബ്രൗൺ ആ ഒരു പാറ്റേണിൽ വന്നിട്ട്. ഇതിലൊരു മഡ് ആൻഡ് ഓറഞ്ച് കളർ മിക്സിംഗ് ആണ്. ഇതിൽ നേവി ബ്ലൂ മിക്സിംഗ് ആണ്. ഇതില് ബ്ലാക്ക് ആൻഡ് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ. ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ വൈറ്റും ബ്ലാക്കും ലൈറ്റ് പിസ്ത ഗ്രീനും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നെക്സ്റ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ്. ഫ്ലോറൽ പ്രിന്റിന് ഭയങ്കര ഡിമാൻഡാണ്, അതും പ്രത്യേകിച്ച് വൈറ്റിൽ. അപ്പൊ അതുകൊണ്ട് ഇത് വൈറ്റിൽ തന്നെയാണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളത്. 2 ലെയർ ആണ് കേട്ടോ. 2 കട്ടിങ് ആണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ ഇങ്ങനെയാണ് സ്ലീവ്. കണ്ടല്ലോ ഒരു നോർമൽ ഫുൾ സ്ലീവ് ആണ്. കെട്ട് വരുന്നുണ്ട് കേട്ടോ. 2 ലെയർ, താഴെ ഒരു ലെയർ വരുന്നുണ്ട്. ഈ ഒരു ഫാബ്രിക് ഈ ഒരു പ്രിന്റില് ഒരു വെയിറ്റ് വരുന്ന പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ ചാർട്ടും ആണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ അതിന്റെ നല്ലൊരു നേവി ബ്ലൂ ആണ്. നിങ്ങൾക്ക് ഈ ഗ്രൂം ടു ബി ബ്രൈഡ് ടു ബി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എടുത്തോളൂ കേട്ടോ. അത്രത്തോളം അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ഗൗൺ തരുന്നത്. പിന്നെ നമ്മളെ പോലെ തന്നെ റേറ്റ് കുറച്ച് കൊടുക്കുന്ന വേറെയും ചാനൽസ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അതെ അതിൻ്റെ നെക്സ്റ്റ് ഒരു റെഡ് ഷെയ്ഡ്. ഇതൊക്കെ നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പോസ്റ്റിലാണെങ്കിൽ ചിലപ്പോൾ മറ്റൊന്ന് ഡിസ്പാച്ച് ഉണ്ടാവുള്ളൂ. DTDC ആണെങ്കിൽ നാളെ ഡിസ്പാച്ച് ചെയ്യും. പിന്നെ കഴിയുന്നതും DTDC എടുക്കുകൊണ്ട് പോസ്റ്റിൽ എന്താ പറയുക, വീട്ടിൽ ആരും കളക്ട് ചെയ്യാനില്ലാത്തവർ മാത്രം പോസ്റ്റിൽ എടുത്തോളൂ കേട്ടോ. കാരണം പോസ്റ്റിൽ ചില ടൈമിൽ ഡിലേ ആവാറുണ്ട്. പിന്നെ ഡിലേ ആയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ആ സെയിം പ്രിന്റ് ആണ് കേട്ടോ. പക്ഷെ ഇതെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന് ബട്ടന് വരുന്നുണ്ട്, ഫീഡിങ് പർപ്പസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. സ്ലീവും കാര്യമൊക്കെ സെയിം ആണ്. താഴെ ഒരു കട്ടിങ് വരുന്നുണ്ട്, കെട്ട് വരുന്നില്ല കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചെടുത്തോളൂ. സെയിം പ്രിന്റ് ആണ്, ബട്ടൺ വരുന്നുണ്ട്. അപ്പൊ ബട്ടൺ വേണ്ടതും ബട്ടൺ വേണ്ടാത്തയും നിങ്ങൾ നോക്കി എടുക്കൊണ്ടു കേട്ടോ. പിന്നെ ഇത് കളേഴ്സ് ഇത് നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ ഗ്രീൻ ഉണ്ട്, നിവർത്തുന്നില്ല കേട്ടോ. നേരത്തെ കാണിച്ച സെയിം മോഡലാണ്. പിന്നെ ഈ പർപ്പിൾ ഉണ്ട്, പിന്നെ ഇത് ഈ ഒരു പീകോക്ക് ഷെയ്ഡും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാണിക്കുന്നത് വൈറ്റില് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് കേട്ടോ. വൈറ്റിൽ 2-3 പാറ്റേൺസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാന്. മെഷർമെന്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫീഡിങ് തന്നെയാണ് കേട്ടോ. ഫുൾ സ്ലീവ് ആണ്. സ്ലീവിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ. ഇതിങ്ങനെ ഇവിടെ അലാസ്റ്റിക് വന്നിട്ടുണ്ട്. കെട്ടില്ല, 3 ലെയർ ആണ് കേട്ടോ. കട്ടിങ് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റാണ്. അപ്പൊ കളേഴ്സ് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ പ്രിന്റും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗ്രീന് കാണിച്ചു തന്നു, സ്കൈ ബ്ലൂ ഉണ്ട്, പിന്നെ ഇതേ ഒരു ലൈറ്റ് പർപ്പിൾ ഓർ ഗ്രേ അങ്ങനത്തെ ഒരു ഷെയ്ഡ്, ഗ്രേ ഷെയ്ഡ് ആവുന്നു, ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇതേ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വേറൊരു പാറ്റേൺ കാണിച്ചു തരാം. പാറ്റേൺ എനിക്ക് ഒന്ന് റീസ്റ്റോക്ക് ആണ് കേട്ടോ. ഇത് നമ്മൾ മുൻപ് എപ്പോഴോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മുൻപ് കൊണ്ടുവന്നിരുന്നു. നല്ല ഡിമാൻഡ് ആയിരുന്നു കേട്ടോ. ഒരു ഫ്ലോറൽ പ്രിന്റ്. ഇത് കാണുന്നവർക്ക് അറിയുന്നുണ്ടാകും. കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് സ്ലീവ് സെയിം അലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന് കെട്ടില്ല കേട്ടോ, കെട്ട് വരുന്നില്ല. 2 ലെയറാണ്, താഴെ ഒരു ലെയർ വരുന്നുണ്ട് കേട്ടോ. 3 ലെയർ അല്ല. കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നല്ല അടിപൊളി കളർസ്, എല്ലാം നല്ല അടിപൊളി കളർ ചാർട്ടാണ് എങ്കിലും പറയാം. ഇതേ നല്ല മെറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഇത് കൊണ്ടുവന്നപ്പോൾ ബ്ലാക്കിനും മെറൂണും ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 1 by 1 ആയിട്ട് ഓർഡർ എടുക്കും. പിന്നെ രാത്രി കുറച്ച് ബിസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് രാത്രി കുറച്ച് മെസ്സേജ് നോക്കൽ കുറയും. പിന്നെ ഒരു 4 മണി to 5 മണിക്ക് ഇടയിലും ബിസി ടൈം തന്നെയാണ് കേട്ടോ. അപ്പോഴും നമ്മൾ മെസ്സേജ് റീപ്ലൈ തരൽ കുറച്ച് കുറവായിരിക്കും. ഇതിന്റെ ഗ്രീൻ ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാണ്ട് കേട്ടോ. പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. പിന്നെ പറഞ്ഞല്ലോ ഡാമേജ് ഉണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, റിട്ടേൺ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.